ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇന്ന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാവേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തായിരുന്നു അതാരും കൂടെ പറയാനൊക്കെ ഉണ്ടായിരുന്നു, വിട്ടുപോയി. ഞാൻ ഇന്നലെ ഓർത്തായിരുന്നു പറയണമെന്ന്. യോ ഇനി ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്. അന്നേരം ഞാൻ പറയാവേ. ഫോൺ എടുക്കുമ്പോഴല്ല, കമൻറ്റുകൾ നോക്കുമ്പോഴായിരിക്കും അത് ഓർക്കുന്നത്. അന്നേരം പറയാം. അപ്പം നമുക്ക് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അപ്പമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശക്കല്ലയിൽ ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്ന അപ്പം, അതിനകത്ത് ചുമന്നുള്ളി, ജീരകം ഒക്കെ ചേർത്ത് കള്ള് ചേർത്താണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് കള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങാ വെള്ളത്തിനകത്തോട്ട് ഈസ്റ്റും പഞ്ചസാര എല്ലാം കൂടി ഇട്ട് വെച്ച് അതൊന്ന് സെറ്റാക്കി അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും മുട്ടക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇനി കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. കണ്ണൻ കഴിച്ചു പോയി. ഇനി അച്ചുവിന് പോകാൻ തുടങ്ങുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് തോർത്തടി. നിനക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. വെള്ളിട്ട് ഇറങ്ങിയത് മുടി തോർത്ത് എവിടോട്ട്? പോയെന്ന് പഠിച്ചു. ഇങ്ങോട്ട് നോക്കിയടി. നീ ഒരിച്ചിരി വലിയ പൊട്ട് തൊടച്ചു, ഒരിച്ചിരി വലിപ്പമുള്ള പൊട്ട്. ഇത് നെറ്റിയ പൊട്ട് തൊട്ടിട്ടുണ്ടെന്ന് പോലും അറിയാമല്ലോ. പൊട്ട് ഇടുന്നതിന് എന്നാ പാവം ഇരിക്കുന്നു. അച്ഛൻ്റെ നെറ്റിയിലെ പൊട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇപ്പം എല്ലാവരും കണ്ടു കേട്ടോ, നെറ്റിയ പൊട്ടുണ്ട്. ഇപ്പം എല്ലാവരും കണ്ടു നെറ്റിയ പൊട്ടുണ്ടേ. ഇതാ ഞാൻ പറഞ്ഞേ അപ്പവും മുട്ടക്കറിയും. ഇനി ഇവിടെ കൊണ്ട് വെട്ടേച്ച് വന്നിട്ട് ഞങ്ങൾ ചേട്ടൻ കഴിക്കാൻ അപ്പോഴൊന്നിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ കഴിക്കട്ടെ. എന്നാൽ ഞാനത് പോയി തരുമോ ഇവിടുന്ന്? ഞാൻ ഗ്ലാസ്സിലുണ്ടോ നോക്കി. രാവിലത്തെ കാപ്പൂടി കഴിച്ച് പിന്നെ മിറ്റന്തൂരും അങ്ങനെ കുറേ ജോലിയൊക്കെ ആയിരുന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ മീൻ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി അടുപ്പിട്ടായിരുന്നു. ഇന്ന് അടുപ്പിലാണ് തീ കത്തിച്ച് അരി ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ സാധാരണ മീൻകറി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ എന്നും വെക്കുന്നവർ തന്നെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മുളക് കറിയില്ലേ, അതാണ് വെക്കുന്നത്. അപ്പം ചൂരയാണ് ഇന്ന് കൊണ്ടുവന്നത്. അത് എനിക്കൊന്ന് ഒരു ചൂരയായിട്ടാണ് തന്നത്. വെട്ടിയാണ് കൊണ്ടുവന്നത് കേട്ടോ, എല്ലാം പീസാക്കിയാണ് കൊണ്ടുവന്നത്. എനിക്ക് ഒരുപാട് പണിയൊന്നും ഇല്ലാന്നുണ്ട്. അത് ചൂരയുടെ തലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇവരാരും കൂട്ടത്തില്ല മീൻ്റെ തല. കൊച്ചു മീൻ്റെ കൂട്ടും, അയല, മത്തി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂട്ടും. പക്ഷെ അത് ചൂരയുടെ ഒന്നും കൂട്ടത്തില്ല. എനിക്ക് ഈ മീൻ്റെ കഷ്ണത്തേക്കാൾ ഇഷ്ടം തലക്കറി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക രുചിയല്ലേ. അപ്പോൾ കുറച്ച് കറി വെക്കാനും, കുറച്ചേ കറി വെക്കുന്നുള്ളൂ, ഒത്തിരി വെക്കുന്നില്ല. കുറച്ച് കറി വെക്കാനും ബാക്കി പിന്നെ വറക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും പുളിയും എല്ലാം ചേർത്താ കേട്ടോ, കുടംപുളിയും എല്ലാം ചേർത്താണ്. ഇത് ഇവിടുന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ബാക്കി ഞാൻ മുളകൊക്കെ പുരട്ടി വെക്കട്ടെ വറക്കാനായിട്ടുള്ളത്. മീൻകറിയൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി.
ഉപ്പും പുളിയൊക്കെ ഒന്ന് വയ്ക്കട്ടെ. ഉപ്പും പുളിയെല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. മീൻ വറുക്കാനായിട്ട് ഇനി ഒരു തോരനും കൂടെ വെച്ചാൽ മതി. മീൻ കൂടുതൽ ഇടുന്ന എന്നാന്ന് വെച്ചാൽ കണ്ണൻ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചോറിന് 4 മണിക്കത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർ ഇന്ന് രാവിലത്തെ ഉണ്ടാക്കി കാപ്പി അവർ സ്കൂളിൽ കൊണ്ടുപോയത്. അപ്പം വൈകിട്ട് വരുമ്പോഴത്തേക്ക് ചോറുണ്ണാമല്ലോ, മീനൊക്കെ വറുത്ത് വെച്ചേക്കുവാണെങ്കിൽ. മുട്ട തോരൻ വെക്കാൻ വിചാരിച്ച്. ഇപ്പം മുട്ട തോരൻ കണ്ടിട്ട് ഞാൻ സവോളയും പച്ചമുളകും മാത്രമാണ് ഈ എടുത്തേക്കുന്നത്. സവോളയും പച്ചമുളകും എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണേന്ന്. ചിലർ ഇഞ്ചിയൊക്കെ ചേർക്കും കേട്ടോ. ഇവിടെ ഞാൻ ഇഞ്ചി എങ്ങനെ ചേർക്കണമെങ്കിൽ ഇവരെല്ലാം കൂടെ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇഞ്ചി ചേർക്കുന്നത്. സവോളയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കട്ടെ. ശകലം ഉപ്പും കൂടെ ചേർക്കും പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട്. സവോളയൊക്കെ വഴറ്റി എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്നുണ്ട്. അച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മീൻകറിയും മുട്ടത്തോരനും. അവൾ എത്ര വിശപ്പില്ലെന്ന് പറഞ്ഞാലും മീൻകറിയും മുട്ടത്തോരനെന്ന് പറഞ്ഞാൽ പറയാമെന്നാൽ എനിക്ക് വേണമെന്ന് പറയും. അതും വെജിറ്റബിൾ മസാലപ്പൊടി ചേർത്തുണ്ടാക്കുന്ന അവർക്ക് ഇഷ്ടമേ. ഇന്നലത്തെ വീഡിയോയിൽ കല കമന്റ് ഇട്ടായിരുന്നു ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി. സത്യം പറഞ്ഞ മടിയല്ല, എന്നു വെച്ചാൽ ഈ പിള്ളേർ വൈകിട്ട് ഫോൺ അങ്ങ് എടുക്കും അവർക്ക് പഠിക്കാനായിട്ട്, പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോകാമെങ്കിൽ, വോയിസ് കൊടുത്തു പോകാമെങ്കിൽ അത്രയും പ്രയാസമില്ല. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് സമയത്തിന് മാറ്റം വരുന്നത് അതാ. അവർ ഫോൺ എടുത്തുകൊണ്ട് പോകും, പിന്നെ രാവിലെ എണീക്കുമ്പോൾ അടുക്കള ജോലി തിരക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ എഡിറ്റ് ചെയ്യേണ്ട സമയം കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ മടിച്ചായിട്ടല്ല കേട്ടോ. നീ എന്നെ മടിച്ചി എന്നൊക്കെ പറഞ്ഞ് കണ്ട്. മസാലയൊക്കെ ചേർത്ത് ഇനി അതിന് നടുക്കൊട്ടൊരു ശകല എണ്ണ ഒഴിക്കും കേട്ടോ. മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാനായിട്ട്. മുട്ട ഇന്ന് രാവിലെ മുട്ട മേടിച്ചാണേ, അന്നേരം 2 മുട്ട പൊട്ടിയിരുന്നു അതിനകത്ത്. പോയില്ല, ഇതുപോലെ ഇങ്ങനെ പൊട്ടിയതേ ഉള്ളൂ. ഇങ്ങനെ പൊട്ടിയിരിക്കുമ്പോണ്ടല്ലോ മുട്ടത്തോട് ഇതിലേക്ക് വരും. ഇനി ഇതിൻ്റെ നടുക്കിട്ട് തന്നെ ഇങ്ങനെ ചിക്കി 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 എടുക്കും. ഇന്ന് മുട്ടത്തോരനും മീൻ വറുത്തതും മീൻകറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് കറി അങ്ങനെ ഇല്ലല്ലോ. കുറച്ച് അത്യാവശ്യം മീൻ വേണം, അത് നിർബന്ധമാണ്. പിന്നെ ഇച്ചിരി തൈരും കൂടെ ഉണ്ട്. ഇങ്ങനെ ചിക്കി ചിക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഞാൻ മൊത്തം എല്ലാം കൂടിയിട്ട് ഒന്നിച്ചൊരു ഇളക്കാം കേട്ടോ. നമ്മുടെ കറിവേപ്പില ഇല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കറിവേപ്പിലയും കൂടെ കിടക്കുന്നുണ്ടല്ലോ, ഒന്നും കൂടെ ടേസ്റ്റും കൂടും, ഒരു നല്ല മണവും കൂടെ കിട്ടും. അത് മീൻകറിക്കും അതെ. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായേ.
മുട്ടത്തോരനും പിന്നെ ഇത് കടയിൽ നിന്ന് മേടിച്ച തൈര അല്ലാതെ ഇവിടെ ഒഴിച്ച് വെച്ചൊന്നുമല്ല കേട്ടോ. ഇപ്പം കുപ്പിയിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. തൈര് വേണം ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ. ഇനിയിപ്പം ഞങ്ങൾ ചോറുണ്ണാനായിട്ട് പോവാണേ. അയ്യോ തീപ്പെട്ടി, മഴ പെയ്യുന്നുണ്ട്. എൻ്റെ കാബേജൊക്കെ കണ്ടോ, കാബേജ്, തക്കാളി. അയ്യോ പൈപ്പ് നിർത്തിയരേ. പിന്നെ ഇത് ഉരുളൻകിഴങ്ങിൻ്റെ തയ്യ. മഴ പെയ്യുന്നു, ഇനി അടുത്ത ദിവസം കാണിക്കാം. മഴ പെയ്യുമ്പോൾ എന്നത്തിനാണ് ഞാൻ ഈ നനയ്ക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ, ചിലപ്പോൾ ഒന്ന് ചാറി അങ്ങ് പോകും. ഞാനാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ഇതിനൊക്കെ ഇച്ചിരി വളം ഇട്ടിട്ടുണ്ട്. വളം ഇട്ടയച്ച് ഈ ചാറ്റമഴ അങ്ങ് പെയ്തതായിട്ട് പോകുമ്പോഴത്തേക്ക് പച്ചക്കറിക്ക് ശരിക്കും വെള്ളവും കിട്ടത്തില്ല. പിന്നെ ഈ വളത്തിന് ഇതും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്താലും പെയ്തില്ലെങ്കിലും അങ്ങ് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചങ്ങ് വിട്ടേക്കാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, പച്ചക്കറിക്ക് മാത്രം. അപ്പോൾ ശരിക്കും ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം കണ്ണൻ അവിടെ ഇങ്ങനെ മഴ പെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ കയറകത്ത് പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചുവാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ കാബേജിൻ്റെയും എല്ലാം ഞാനിപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് വീടെടുത്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ സമയമുള്ളപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വിശദമായിട്ട് കാണിക്കാവേ. കുറേ ചീരയൊക്കെ ഇനി നടാനായിട്ടുണ്ട്, അതെല്ലാം ഇനി നടണം. മഴ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെയ്തു, പക്ഷേ അങ്ങനെ വലിയ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഇങ്ങനെ പെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കരമായിട്ട് അങ്ങ് പെയ്യുന്നു. ഒന്ന് പെയ്തങ്ങ് മാറിയതേ ഉള്ളൂ. പിന്നെ ചെടിക്കൊക്കെ ഒരിച്ചിരി വെള്ളം കിട്ടി. നമ്മൾ ഇന്നലെയൊക്കെ ഒഴിച്ചതായതുകൊണ്ട് ഈ മഴയത്ത് നനയാനുള്ളതൊക്കെ ഉള്ളായിരുന്നു ചെടിയൊക്കെ. അങ്ങനെ ചെടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടി. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞങ്ങ് പോയി കേട്ടോ. ഇനി പിന്നെയും രാത്രിയിലെ വീഡിയോസൊക്കെ എന്നെ എടുത്തേക്കുന്നത്. അച്ചുങ്ങണൻ്റെ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവരുടെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വീഡിയോ എടുത്തത്. അവിടെ കാല് കണ്ടോ, ഇവിടെ അവനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ശരിയാ, ഞങ്ങളൊരു വഴക്കില്ല. ചാച്ചി ചേച്ചിക്കൂട്ടം പാടിക്കോ, പാടട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എൻ്റെ ഒരുമാതിരി പിച്ചക്കാർ വിളിച്ചോണ്ടിരിക്കുന്നു. അടങ്ങിയിരിക്കച്ചു. എർത്തങ്ങാനും അടിക്കാമെങ്കിൽ അന്നേരം പറയാം കേട്ടോ. അച്ചു അടങ്ങിയിരിക്കേ, മേടിച്ചു കേട്ടോ, അത്രേ ഉള്ളൂ. അമ്മ പണ്ടില്ലേ അച്ചു ഇങ്ങനെ നിക്കുവായിരുന്നു. അച്ചു എന്താ പറഞ്ഞ ലൈറ്റർ എടുത്ത് ലൈറ്റർ പറയട്ടെ, അമ്മയോട് പറയട്ടെ. ലൈറ്റർ അടിക്കാതെ എന്നോട് പറഞ്ഞു കുത്തടാ കുത്താന്ന് പറഞ്ഞു. ലൈറ്ററിലൊരു എർത്ത് പോലില്ലേ, ഇങ്ങനെ ഒരു എർത്ത് പോലെ സാധനം ഇങ്ങനെ ഇതുപോലെ എന്തുവാ സെയിം പറഞ്ഞു. ആ ഒരു സാധനം വൈറ്റോട് ചേർത്ത് കുത്തൊക്കെ വെച്ചോളൂ. അച്ചു തെറിച്ചു പോയി. അതൊരു കുത്തറ തരത്ത് പണ്ട് ഷെഡ് കളിക്കുമ്പോ ഓർമ്മയുള്ളത്. അങ്ങനെ ബക്കറ്റിനകത്ത് ഒരു വീണോ ഓർമ്മയുള്ളൂ ഷെഡ് കളിച്ച സമയത്ത്. ഇവരുടെ വഴക്കിലൊന്നും ഞാൻ ഇടപെടാൻ പോകത്തില്ല കേട്ടോ. ഇടപെട്ടാൽ നമ്മൾ ഇടപെടുന്ന ഒരു പ്രതിയാകും. അവർ തന്നെ പറഞ്ഞു കേട്ടോ, അമ്മയാണ് ഞങ്ങളെ വഴക്കുണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ അനങ്ങാൻ പോയില്ല. പിന്നെ കുറേ നേരം രണ്ടുപേരും, ഇപ്പം നാളെ ഇനിയിപ്പോൾ അവധി ആയതുകൊണ്ട് രണ്ടുപേരും അവിടെ ഓരോന്നൊക്കെ പറഞ്ഞു എടുത്തൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പഠിക്കാനൊക്കെ ഇരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.